ഹലോ ഹലോ വിവാൻ, എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ്. വിമ്പിൾ അക്കാദമിയുടെ കീഴിലായിട്ട് നമ്മൾ എല്ലാ തിങ്കളാഴ്ചകളിലും ഡോക്ടർ യൂനിസ് കുരിക്കൽ സാറിന്റെ സവിശേഷമായിട്ടുള്ള ഒരു വെബിനാർ സംഘടിപ്പിക്കാറുണ്ട്. അതിന്റെ ഒരു പുതിയ ചാപ്റ്ററിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും വളരാനും വികസിക്കാനും ഒക്കെ താല്പര്യപ്പെടുന്നവരാണ്. സ്വയം നന്നാകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. ആരും എനിക്ക് നന്നാകണ്ട എന്ന് ആഗ്രഹിക്കുന്നില്ല. മറിച്ച് എനിക്ക് നന്നാകണം, മെച്ചപ്പെടണം, കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തണം, കൂടുതൽ അറിവുകൾ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഓരോ മനുഷ്യരും തന്നെ. അതിന്റെ ആദ്യപടി എന്ന് പറയുന്നത് തന്നെ സ്വന്തത്തെ തിരിച്ചറിയുക എന്നുള്ളത് തന്നെയാണ്. അതാണ് സെൽഫ് അവെയർനെസ് എന്ന് പറയുന്നത്. നമ്മൾ നമ്മളെ തിരിച്ചറിയുക. നമ്മളെ തിരിച്ചറിയുന്നതിലൂടെ തന്നെ നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളെ, നമ്മളുടെ ചുറ്റും നടക്കുന്ന സംഭവങ്ങളെ, നമ്മുടെ സാഹചര്യങ്ങളെ, എൻവയൺമെന്റുകളെ, അങ്ങനെ തുടങ്ങിയ എല്ലാത്തിനെയും നമുക്ക് തിരിച്ചറിയുന്ന ഒരു വിധത്തിലേക്ക് നമുക്ക് മാറാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. നമ്മളെ തിരിച്ചറിയാനും നമ്മളെ ഡെവലപ്പ് ചെയ്യാനും നമുക്ക് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാനും ഉള്ള ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നുവോ അവിടെ നമുക്ക് ഏറ്റവും മനോഹരമായ ഒരു യാത്ര ആരംഭിക്കുന്നു. അത് ഒരു തുടർച്ചയായിട്ടുള്ള രീതിയിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്നു എന്നുള്ളതാണ്. ആ രീതിയിൽ ഇന്ന് ദ പവർ ഓഫ് സെൽഫ് അവെയർനെസ് എന്നുള്ള അതല്ലെങ്കിൽ അവെയർനെസ് ഈസ് പവർ എന്നുള്ള ഒരു മനോഹരമായ ടോപ്പിക്കിനെ അധികരിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ ചർച്ച അല്ലെങ്കിൽ ഈ ഒരു ഫ്രീ വെബിനാർ മുന്നോട്ട് പോകുന്നത്. ഈ ഒരു വെബിനാറിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട എല്ലാ ലേണേഴ്സിനെയും പാർട്ടിസിപ്പൻസിനെയും ഈ ഒരു സെഷനിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ തന്നെ ഇതൊരു സീരീസ് ആണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാ തിങ്കളാഴ്ചകളിലും 7:30 ഇത്തരത്തിലുള്ള ഒരു ഫ്രീ വെബിനാർ ഡോക്ടർ യൂനിസ് കുരിക്കലുടെ ഉണ്ടാകും. അപ്പൊ ആയതുകൊണ്ട് തന്നെ നിങ്ങളെ എല്ലാവരെയും ഇതിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള എപ്പിസോഡുകളിലേക്ക് ഹൃദ്യമായി നിങ്ങൾ എല്ലാവരെയും ഇപ്പോൾ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ട് ഞാൻ ക്ഷണിക്കുകയാണ്. ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്ന യൂനിസ് സാറിനെ പ്രത്യേകം ഈ ഒരു സമയത്ത് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഡോക്ടറാണ്, അതേപോലെ തന്നെ മൈൻഡ് വെൽനസ് കോച്ചാണ്, അതേപോലെ തന്നെ ഇന്ററാക്റ്റീവ് വെൽനസ് സ്ട്രാറ്റജിസ്റ്റ് ആണ്, മൈൻഡ് ബോഡി ഒപ്റ്റിമിസ്റ്റ് ആണ്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ സാർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. എറണാകുളത്ത് മെറ്റേറ എന്നുള്ള ഒരു ക്ലിനിക്കിൽ ആണ് സാർ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ വിമ്പിൾ അക്കാദമിയുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായിട്ടുള്ള കോഴ്സുകളും വെബിനാറുകളും ഒക്കെ സാറ് സംഘടിപ്പിച്ചു വരുന്നു. അപ്പോൾ സാറിനെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വളരെ സ്നേഹത്തോടെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. നമസ്കാരം സാർ. നമസ്കാരം. സാധാരണ നമ്മൾ കോൺഷ്യസ്നസ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ പറ്റി നമ്മൾ സംസാരിച്ചിരുന്നു കഴിഞ്ഞ ദിവസം. ഇതിൽ നമുക്ക് പറ്റുന്ന ആളുകളൊക്കെ നമ്മൾ മാക്സിമം ഇതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്തിരിക്കാൻ പറ്റണം എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലൊന്ന് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് നമ്മൾ വീഡിയോ ഓൺ ചെയ്തിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പ്രത്യേകിച്ച് റീസൺ ഒന്നും ഇല്ലാത്തവർ, ഒരു കുഴപ്പമില്ലാത്തവർ ആ ഒരു വീഡിയോ ഓൺ ചെയ്തിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. വേറെ എന്തെങ്കിലും മക്കളുടെ കാര്യങ്ങളിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിഷയങ്ങളിലൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, വേണ്ട. പക്ഷെ ഫ്രീ ആയിട്ടാണ്, പ്രത്യേകിച്ച് വേറെ റീസൺ ഒന്നുമില്ല. സോ വീഡിയോ ഓപ്പൺ ചെയ്തിട്ട് ഇരിക്കുക, കുറച്ചുകൂടെ നമുക്ക് ഫോക്കസ് ചെയ്തിരിക്കാൻ പറ്റും. ഓക്കെ, ഫൈൻ. സോ നമ്മുടെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ദ പവർ ഓഫ് അവെയർനെസ്. നമ്മൾ കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് കഴിഞ്ഞ മൺഡേ നമ്മൾ എടുത്തത്. അതിന് ബാക്കിയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അവെയർനെസ് എന്താണെന്നുള്ളത്. പൊതുവെ അവെയർനെസ്, സെൽഫ് അവെയർനെസ് എന്ന് പറഞ്ഞിട്ടും അവെയർനെസ് ക്ലാസ്സസ് എന്നൊക്കെ പറഞ്ഞിട്ട് ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് അല്ലേ. സെൽഫിനെ ബോധവൽക്കരിക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? ശരിക്കും ദ പവർ ഓഫ് അവെയർനെസ് എന്ന് പറയുന്ന സംഭവം വെച്ചാൽ ഭയങ്കര ഡീപ്പാണ്, ഒരു ഡീപ്പ് ലെയേർഡ് കോൺസെപ്റ്റാണത്. അതിൻ്റെ ഹൃദയം എന്ന് പറയുന്ന സാധനം, അതിൻ്റെ ഒരു കോർ എന്ന് പറയുന്നത്
നമ്മൾ നല്ല കോൺഷ്യസ്നെസ്സിലൂടെ ജീവിക്കുക. ഓക്കെ, ലിവിങ് വിത്ത് കോൺഷ്യസ്നെസ്. അതുപോലെ തന്നെ ക്ലാരിറ്റി, ഭയങ്കര വ്യക്തതയിൽ ജീവിക്കുക. പിന്നെ പ്രസന്റിൽ ജീവിക്കുക, ദ പവർ ഓഫ് നൗ. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളിലാണ് ശരിക്കും ദ പവർ ഓഫ് അവയർനെസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമുക്ക് സംസാരിക്കാനുള്ളത്. അതായത് നമ്മുടെ ലൈഫ് തീരെ കോൺഷ്യസ് അല്ലാണ്ട്, ഒരു ബോധവും ഇല്ലാണ്ട് നമ്മൾ എന്തൊക്കെയോ, പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തെ കുറിച്ച് നമുക്ക് യാതൊരു ഒരു ഉത്തരവാദിത്തങ്ങളോ ബോധ്യങ്ങളോ ഒന്നുമില്ല. ചിലപ്പോൾ നമ്മൾ ഭാര്യയും മക്കളെ നന്നായിട്ട് നോക്കുന്നുണ്ടാവും, നമ്മൾ ജോലി നല്ല രീതിയിൽ നോക്കുന്നുണ്ടാവും, നമ്മൾ ജോലി ചെയ്യുന്ന കമ്പനിയിൽ ഭയങ്കര സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവും. നമ്മൾ എന്താ പറയുക, നമ്മൾ സുഹൃത്തുക്കളോട് ഭയങ്കര ലോയൽ ആയിരിക്കും, നമ്മുടെ ബന്ധങ്ങളിൽ ഭയങ്കരമായ സിൻസിയർ ആയിരിക്കും. ഇതൊക്കെ ഉണ്ടെങ്കിലും ഞാൻ എന്നോട് പാലിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ കാര്യമായിട്ട് പാലിക്കുന്നുണ്ടോ? നമ്മൾ മറ്റുള്ളതിനൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ലൈഫിൽ വന്നു പോകുന്നതിനോടെല്ലാം നമ്മൾ ാണ് ജീവിക്കുന്നത്. ഞാൻ എന്നെപ്പറ്റി ബോധ്യമില്ലാതെ, ഞാൻ എന്നെ മറന്നുകൊണ്ട്, എൻ്റെ സെൽഫിന് കൊടുക്കേണ്ടതൊന്നും കൊടുക്കാതെ എന്തൊക്കെയോ കാണിച്ചിട്ടാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹലോ, ഞാൻ ക്ലിയർ ആണല്ലേ? സംസാരിക്കുന്നത് ക്ലിയർ ആണല്ലോ അല്ലേ? ഒരു അൺസ്റ്റേബിലിറ്റി, എന്തെങ്കിലും സ്റ്റെബിലിറ്റി പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ, എൻ്റെ വാക്കുകളൊക്കെ ക്ലിയർ അല്ലേ? ഇടയ്ക്കൊന്ന് സ്റ്റക്ക് ആയിരുന്നു, ഇപ്പൊ ക്ലിയർ ആണ്. ഓക്കെ, ഫൈൻ, താങ്ക് യു. ഫൈൻ. അപ്പോൾ നമ്മുടെ ലൈഫ്, എൻ്റെ ലൈഫ് ഞാൻ എത്രത്തോളം കോൺഷ്യസ്ലി ജീവിക്കുന്നു, എൻ്റെ ലൈഫ് ഞാൻ എത്രത്തോളം ക്ലാരിറ്റിയിൽ ജീവിക്കുന്നു, എൻ്റെ ലൈഫ് ഞാൻ എത്രത്തോളം പ്രസൻറ്റിലോട്ട് കൊണ്ടുവരുന്നു, ഇതാണ് നമ്മുടെ ചോദ്യം. ഇതൊന്നും ഈ പ്രസൻസും ഇല്ലാണ്ട് ഒരു പ്രസൻറ്റിലും അല്ല നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ എപ്പോഴും ഫ്യൂച്ചറിനെ പേടിച്ചുകൊണ്ട് ജീവിക്കുകയാണ്, അല്ലെങ്കിൽ പാസ്റ്റിനെ പറ്റി എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ നമുക്കിത് പറയുമ്പോൾ ബോധ്യമുണ്ട് അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം, പാസ്റ്റിനെ പറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള ബോധ്യമുള്ള ആളുകളാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും. അതേപോലെ തന്നെ ഫ്യൂച്ചറിനെ പറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ വെറുതെ ഞാൻ പേടിക്കേ ചെയ്യുള്ളൂ എന്നുള്ളതിന്റെ ബോധ്യം നമുക്കുണ്ട്. പക്ഷെ എന്നാലും ഓരോ കാര്യങ്ങൾ വരുമ്പോൾ ഫ്രം ദ ഹാർട്ട് നമ്മൾ നമ്മുടെ ഹൃദയത്തിലോട്ട് നോക്കുക. എന്നിട്ട് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക, ഞാൻ എൻ്റെ പാസ്റ്റിൽ ലോക്കായി കിടക്കുന്നുണ്ടോ? ഞാൻ എത്രത്തോളം എൻ്റെ ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളിലും പേടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഫ്യൂച്ചറുമായ കാര്യങ്ങളിൽ എനിക്കൊരു ആങ്സൈറ്റീസ് വരുന്നുണ്ട്. ഇതൊക്കെ നമ്മളൊന്ന് ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, കുറേയൊക്കെ നമ്മൾ പ്രസൻറ്റിലല്ല ജീവിക്കുന്നത്. പല കാര്യങ്ങളിലും ക്ലാരിറ്റിയിലല്ല നമ്മൾ. കാരണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ ക്ലാരിറ്റിയിൽ പറയാൻ നമുക്ക് പറ്റുന്നില്ല, മറ്റൊരാൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നില്ല. എൻ്റെ ഭാര്യയെ എനിക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് എൻ്റെ ഭർത്താവിനെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്നില്ല, എൻ്റെ കുടുംബത്തെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്നില്ല, സൊസൈറ്റിയെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്നില്ല. മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ റീസൺ എന്താണ്? അവർക്ക് മനസ്സിലാവാത്തതുകൊണ്ടല്ല, എനിക്ക് മനസ്സിലാക്കി കൊടുക്കാൻ തക്ക രീതിയിലുള്ള അറിവിനെ ഞാൻ ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ അറിവിലേക്ക് ഞാൻ എത്തിയിട്ടില്ല. അപ്പൊ ക്ലാരിറ്റി എന്ന് പറയുന്ന ഒരു പോയിന്റിലോട്ട് ഞാൻ എത്രത്തോളം എത്തിയിട്ടുണ്ട്, കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന പോയിന്റിലോട്ട് ഞാൻ എത്രത്തോളം എത്തിയിട്ടുണ്ട്, പ്രസന്റ് ലിവിങ് എന്ന് പറയുന്ന ദ പവർ ഓഫ് നൗ എന്ന് പറയുന്ന ഒരു പോയിന്റിലോട്ട് ഞാൻ എത്രത്തോളം എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സെൽഫിനെ നമ്മൾ അനാലൈസ് ചെയ്യേണ്ടത്. ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചിലപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്, ചിലപ്പോൾ നമുക്കറിയാം നമുക്ക് നമ്മളുടേതായ പ്രശ്നങ്ങൾ ക്ലാരിറ്റി കിട്ടാനാണ് ഇവിടെ വന്നിരിക്കേണ്ടത്. നമ്മുടെ ഇൻറ്റൻഷൻ അതാണ്. ചിലപ്പോൾ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്ന പല ഫേമിലായിരിക്കും വർക്ക് ചെയ്യുന്നത്, സെർവ് ചെയ്യുന്ന ഫേമിലായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നത്, കൗൺസിലിംഗ് ചെയ്യുന്ന ആളുകളുണ്ടാവും, ഡോക്ടർ ആയിരിക്കാം. പക്ഷേ മറ്റുള്ളവർക്ക് ഉപയോഗപ്രദമാവുന്ന കാര്യങ്ങൾ ഇവിടെ എന്തുണ്ട് എന്നുള്ളതല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്, നിങ്ങൾക്ക് ഉപയോഗപ്രദമാവുന്ന എന്തെങ്കിലും ഇവിടെ ഉണ്ടോ എന്നുള്ളതാണ്. എൻ്റെ സെൽഫിന് യൂസ് ചെയ്യാൻ പറ്റുന്ന സംതിങ് ഇവിടെ ഉണ്ടോ, അത് മാത്രമായിരിക്കണം ഫോക്കസ്. അപ്പോൾ അതിന് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബി എ ഗുഡ് ഹ്യൂമൻ, ഗുഡ് അറ്റ് ഹാർട്ട്, നല്ല ഹൃദയമുള്ള നല്ലൊരു മനുഷ്യനായിട്ട് മാറുക. ഇതാണ് നമ്മുടെ ഉദ്ദേശം. അൾട്ടിമേറ്റ്ലി നമ്മുടെ ഉദ്ദേശങ്ങളെല്ലാം നല്ലൊരു മനുഷ്യനാവുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പോയിന്റിലേക്കാണ് ദ പവർ ഓഫ് അവയർനെസ് നമ്മൾ കൊണ്ടെത്തിക്കുന്നത്. സോ ശരിക്കും ദ പവർ ഓഫ് അവയർനെസ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ നമ്മൾ കാരണം ഈ ഒരു പ്രകൃതി ഒരു സൈനാണ് നമ്മുടെ ലൈഫിൻ്റെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു സൈനാണ് പ്രകൃതി എന്ന് പറയുന്നത്. ഈ ലോകത്തുള്ള എല്ലാ മരങ്ങളും, ഈ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ജീവജാലങ്ങൾ, ഇതെല്ലാം നമുക്കുള്ള ഒരു, എന്താ പറയുക, നമുക്ക് പഠിക്കാനുള്ള ഒരു ഡെമോ ക്ലാസ്സുകളാണ് ഈ പറയുന്ന എല്ലാ സാധനങ്ങളും.
കാരണം യൂണിവേഴ്സിറ്റിയാണ് നമുക്ക് 4 ടൈപ്പ് ഓഫ് ലേണിംഗ് ഉണ്ടെന്ന് ഞാൻ പറയല്. അതിലൊന്നാണ് നാച്ചുറൽ ലേണിംഗ് എന്ന് പറയുന്നത്, പ്രകൃതിയിൽ നിന്നുള്ള ഒരു പഠനം. അപ്പോൾ ഈ പ്രകൃതിയിൽ നിന്ന് നമ്മൾ എത്രത്തോളം പഠിക്കുന്നുണ്ട്? പ്രകൃതിയാണ് നമ്മൾ അൾട്ടിമേറ്റ്ലി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പ്രൈമറി ആയിട്ടുള്ള ഒരു പോയിന്റിൽ നമ്മൾ നേച്ചറാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോൺഷ്യസ്നെസ്സിലേക്ക് എത്തിക്കുന്നത്, സൂക്ഷ്മതയിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഈ കോൺഷ്യസ്നെസ്സിൽ നിന്ന് പിന്നെ നമ്മൾ ഈ ഒരു ക്ലാരിറ്റിയിലേക്കും പ്രസൻസിലേക്കും ഒക്കെ വരുമ്പോഴാണ് നമ്മൾ അവെയർഡ് ആയി വരുന്നത്, നമ്മൾ അവേക്ക് ആയിട്ടിരിക്കുന്നത്, നമ്മൾ ബോധമുള്ള ഒരാളായി മാറുന്നത്, സൂക്ഷ്മയുള്ള ഒരാളായിട്ട് മാറുന്നത്. അപ്പോൾ നമ്മൾ സെൽഫിലേക്കാണ് ഇതൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. സെൽഫിൽ എനിക്കിത് എത്രത്തോളം ഉണ്ട്, സെൽഫിൽ ഞാൻ എത്രത്തോളം ബോധ്യമുള്ള ഒരു മനുഷ്യനാണ്, ഞാൻ യഥാർത്ഥത്തിൽ ഗുഡ് അറ്റ് ഹാർട്ട് എന്നൊക്കെ പറയുന്ന പോലെ എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ നല്ലൊരു മനുഷ്യനാണ് എന്ന് എനിക്ക് എത്രത്തോളം പറയാൻ പറ്റുന്നുണ്ട്. എത്ര ആളുകളോട് എനിക്ക് അസൂയ തോന്നാറുണ്ട്, എത്രത്തോളം ആളുകളോട് ഞാൻ മോശം പറയാറുണ്ട്, എത്ര ആളുകളെ പറ്റി ഞാൻ കുറ്റങ്ങൾ പറയാറുണ്ട്, ഇനി പറയാറില്ലെങ്കിലും എത്ര ആളുകളെ പറ്റി ഞാൻ ചിന്തിക്കാറുണ്ട്, എനിക്കത് തോന്നാറുണ്ട്. വെറുതെ റോഡിലൂടെ പോകുന്ന ഒരാളെ പറ്റി ഞാൻ എന്തൊക്കെയാണ് ചിന്തിക്കാറുള്ളത്, ഒരാളെ നെഗറ്റീവ് കേൾക്കാൻ ഞാൻ എത്രത്തോളം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ മറ്റൊരാളുടെ നെഗറ്റീവ് പോലും ഞാൻ കേൾക്കുമ്പോൾ സൂക്ഷ്മമായിട്ട് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടോ, അതോ കേൾക്കുമ്പോൾ എനിക്ക് അരോചകമായിട്ട് തോന്നാറുണ്ടോ? ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ ഫീൽ ചെയ്യേണ്ട ഇമോഷൻ, നമ്മൾ മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. നമ്മളിൽ മറ്റുള്ള ആളുകളിൽ പോലും മറ്റുള്ള ആളുകൾ പറയുന്ന കാര്യങ്ങളും കേൾക്കുന്നതും കാണുന്നതും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്കറിയാം. എന്നാലും പലപ്പോഴും ചില ആളുകൾ കുറ്റം പറയുമ്പോഴൊക്കെ, ചില ആളുകൾ മോശം പറയുന്ന സമയത്ത്, ചില ആളുകളെ കുത്തി നോവിക്കുന്ന സമയത്തൊക്കെ അത് കേട്ടിരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ നമുക്ക് ആരുടെയെങ്കിലും ഒരു വെറുപ്പുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും നല്ലതല്ലാത്ത സംഭവിക്കുമ്പോൾ അതിലൊരു സന്തോഷം ഉള്ളതുപോലെ ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എവിടേക്കോ നമുക്കൊന്ന് കറക്ഷൻസ് ആവശ്യമുണ്ട്. അത്രേ ഉള്ളൂ. നമ്മൾ ഭയങ്കര മോശപ്പെട്ട ഒരാളൊന്നല്ല. പക്ഷെ ഇത് സാധാരണ ഒരു മനുഷ്യന്റെ എല്ലാ കാഴ്ചപ്പാടുകളിലും മുന്നോട്ട് പോകുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ അടുത്തൊരു പ്രത്യേകിച്ച് യാതൊരു പ്രശ്നവും ഇല്ലാത്ത ഒരാൾക്ക് എന്തെങ്കിലുമൊക്കെ പറ്റുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. പക്ഷെ നമുക്കൊരാളോട് ദേഷ്യമുണ്ട്, അയാൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മോശം സംഭവിക്കുമ്പോൾ എനിക്ക് സന്തോഷം തോന്നുന്നുണ്ടെങ്കിൽ അത് ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ മനസ്സിലാക്കണം. അത്രത്തോളം ഡീറ്റെയിൽഡ് ആയിരിക്കണം നമ്മൾ നമ്മുടെ സെൽഫിനെ പഠിക്കേണ്ടത്, നമ്മുടെ സെൽഫിനെ അറിയേണ്ടത്. അപ്പോൾ നാച്ചർ എന്ന് പറയുന്നതിലേക്കാണ് ഞാൻ ആദ്യം ഇതിനെ കൊണ്ടുപോകുന്നത്. കാരണം നാച്ചർ എന്ന് പറയുന്നതിലേക്ക് ശരിക്കും നമ്മുടെ എന്താ പറയുക, ഒരു നാച്ചുറൽ മൈൻഡ്ഫുൾനെസ്സിനെ നമുക്ക് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ 2 സാധനങ്ങളാണ് കാര്യമായിട്ട് കിട്ടുന്നത്. ഒന്ന് സർവൈവലാണത്. നാച്ചർ എന്ന് പറയുന്നത് സർവൈവലാണ്. അവർ ജീവിക്കാൻ വേണ്ടി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഒരു പോയിന്റ് നിന്ന് നെക്സ്റ്റ് ഒരു പോയിന്റിലേക്ക്, പോയിന്റ് നിന്ന് അടുത്തൊരു പോയിന്റിലോട്ട്. അവിടെ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്, അവിടെ സ്ട്രഗിളിംഗ് ഉണ്ട്, ഹ്യൂമിലിറ്റി ഉണ്ട്. എല്ലാ രീതിയിലും അവരിങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുക. നാച്ചുറിനെ നമ്മൾ കാണുമ്പോൾ, നമുക്ക് ഒരു മൃഗത്തിനെ കാണുമ്പോൾ, ഒരു ഇൻസെക്റ്റിനെ കാണുമ്പോൾ, ഒരു മരത്തിനെ കാണുമ്പോൾ, ഒരു എന്താ പറയുക ബട്ടർഫ്ലൈനെ കാണുമ്പോൾ, ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന എന്താ? നമുക്കൊരു പ്രകൃതിയിൽ കാണാൻ രസമുള്ള, നമുക്ക് ഒരു കൺകുളിർമ തരുന്ന എന്തൊക്കെയോ സാധനങ്ങൾ. അതിനപ്പുറത്തേക്ക് ഇതിൻ്റെ ഒരു ഇൻസൈറ്റോടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കുറച്ചൊക്കെ നമുക്ക് നിന്ന് കണ്ടു നോക്കാം. ഓരോ കാര്യങ്ങൾ നമുക്കൊന്ന് സംസാരിക്കുമ്പോൾ എത്രത്തോളം നമുക്കത് മൈൻഡ്ഫുൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതൊന്ന് നോക്കാം. പലതും പ്രത്യേകിച്ച് ഞാൻ പറയാറുണ്ട്, നമുക്ക് ചില ആളുകളൊക്കെ പറയാറില്ലേ, ഈ കാട്ടിലോട്ടൊക്കെ പോകുന്ന സമയത്ത് ചില ബേർഡ്സിൻ്റെ സൗണ്ട് ഭയങ്കര കൂളിംഗ് എഫക്റ്റ് നമുക്ക് തരും, ഭയങ്കര സൂത്തിങ് എഫക്റ്റ് നമുക്ക് തരും. അത് എത്രത്തോളം ആളുകൾ അനുഭവിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതേപോലെ തന്നെ കടലിൻ്റെ ശബ്ദം ഭയങ്കര സൂത്തിങ് എഫക്റ്റ്. കടലിൻ്റെ മുമ്പിൽ പോയിരുന്ന് ആ കടലിൻ്റെ ബ്രീസും അതുപോലെ തന്നെ അതിൻ്റെ ശബ്ദമൊക്കെ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു സമാധാനം തരുന്നുണ്ട്. നാച്ചുറിനായിട്ട് നമ്മൾ ഡയറക്റ്റ്ലി കണക്റ്റഡ് ആവുന്ന സമയത്ത് നമുക്ക് ശരിക്കും മൈൻഡ്ഫുൾനെസ് ആണ്, മൈൻഡ്ഫുൾ ആയിട്ടുള്ളൊരു അനുഭവം നമുക്ക് തരുന്നുണ്ട്. കാരണം നമ്മളൊക്കെ പ്രകൃതിയുടെ ഭാഗമായ ആളുകളാണ്. പ്രകൃതിയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സമാധാനം വരും. അപ്പോൾ എപ്പോഴും നമ്മൾ പെറ്റ്സ്, നമ്മൾ ചെറിയ നമ്മൾ വളർത്തുന്ന മൃഗങ്ങളുടെ കൂടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് സമാധാനം വരും. നമുക്ക് ഇനി വളർത്തുന്ന മൃഗമല്ല, നമ്മൾ വേറൊരു ഒരു ഒരു മൃഗത്തെ അല്ലെങ്കിൽ വേറൊരു ഇൻസെക്റ്റിനായിക്കോട്ടെ, നമ്മൾ മറ്റുള്ളതിനെ പറ്റി ഒന്ന് ആലോചിച്ച് അവർ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് കാണാനും വിസിബിൾ ആകാനും ഒക്കെ പറ്റിക്കഴിഞ്ഞാൽ, അവർ ചെയ്യുന്ന ഓരോന്നിനും നമുക്കൊന്ന് അനാലിസിസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്തൊക്കെയോ നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ? എക്കോളജിക്കൽ അവെയർനെസ് എന്ന് പറയുന്നത്, നമ്മൾ നാച്ചുറിൻ്റെ അവെയർനെസ് നമുക്ക് ഒരുപാട് സാധനങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു പ്ലാന്റ് ആണെങ്കിൽ ശരിക്കും നമുക്ക് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി നമുക്ക് ക്രിയേറ്റ് ചെയ്യും അല്ലേ? നമുക്ക് അതിന് വാട്ടർ കൺസേർവ് ചെയ്യണം, അതുപോലെ തന്നെ പ്ലാന്റിങ്, നമ്മൾ വേസ്റ്റ് റെഡ്യൂസിങ്സ്. ഇവിടെ നമ്മൾ എക്കോളജിക്കലായിട്ട് വരുന്ന സമയത്ത് തന്നെ പ്രകൃതിയെ സംരക്ഷിക്കുന്നിടത്ത് തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മൾ നമ്മുടെ ഹെൽത്തിന് വേണ്ടി എത്രത്തോളം പണിയെടുക്കുന്നു അത്രത്തോളം നമ്മൾ നാച്ചുറൽ ഹെൽത്തിന് വേണ്ടി പണിയെടുക്കണം.
അപ്പൊ ഇത് നമുക്ക് എപ്പോഴേ മനസ്സിലാവുള്ളൂ എന്ന് വെച്ചാൽ പ്രകൃതിയിലൂടെയുള്ള ഈ അവയർനെസ് നമുക്ക് എത്രത്തോളം കിട്ടുന്നുണ്ട്, അത്രത്തോളം അപ്പോഴേ നമുക്കുള്ള പ്രകൃതിയുടെ മൂല്യത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ ലോകത്തുള്ള ഓരോ കാര്യങ്ങളെയും നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ലെസൺസ് ഞാൻ പറയല്, ലെസൺസ് ഫ്രം ദ നേച്ചർ. ഇപ്പൊ ഒരു എന്താണ് നമ്മൾ സാധാരണ എനിക്ക് തോന്നുന്നു കുറെ മോട്ടിവേഷനിലൊക്കെ കുറെ കഥകൾ നമ്മൾ കേൾക്കുന്ന പോലെയാണ്. ഇപ്പൊ ഒരു മരമാണെങ്കിൽ ഈ മരം എന്ന് പറയുന്നത് ഓവർനൈറ്റ് ആയിട്ട് ഉണ്ടാവുന്ന സാധനമല്ല അല്ലെ. ഒരു പ്ലാന്റ് നമ്മൾ ആദ്യം ഒരു സീഡ്, ഒരു വിത്ത് നമ്മൾ കുഴിച്ചിടുന്നുണ്ട്. ഈ വിത്ത് എന്ന് പറയുന്ന സംഭവത്തിൽ ഇത് എന്ത് തരം മരമാണെന്നോ എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയില്ല. നമ്മൾ അതിനെ കുഴിച്ചിടുന്നു, അതിന് വേണ്ടതെല്ലാം ആ ന്യൂട്രിയൻസ് അത് വലിച്ചെടുത്ത് അത് വളരുന്നു. ഈ വളരുന്ന സമയത്ത് അതിനെ മാക്സിമം താഴോട്ട് വലിച്ച് മാക്സിമം സ്ട്രെങ്ത് ഉള്ള ഒരു മരമാക്കി മാറ്റാനുള്ള പണിയെടുക്കുന്നു. ഈ റൂട്ടിൽ നടക്കുന്ന പരിപാടിയൊന്നും നമ്മൾ കാണുന്നില്ല. മരം ഇങ്ങനെ വലുതാവുന്നുണ്ട്, മരത്തിലെ ഫ്രൂട്ട്സിനെ പറ്റി സംസാരിക്കുന്നുണ്ട്, മരത്തിലെ ഇലകളെ പറ്റി സംസാരിക്കുന്നു, മരത്തിന്റെ വലുപ്പത്തെ പറ്റി സംസാരിക്കുന്നുണ്ട്. പക്ഷെ റൂട്ട്സിനെ പറ്റി സംസാരിക്കുക, റൂട്ടാണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പോ ഈ ഒരു മരം എന്ന് പറയുന്നതിൽ ആ റൂട്ട് ഉണ്ടാവാനാണ് ഏറ്റവും സമയം എടുക്കുന്നത് അല്ലെ. റൂട്ട് വളർന്ന് വളരെ പവർഫുൾ ആവാൻ എടുക്കുന്ന ഒരു സമയമുണ്ട്. അപ്പൊ അതിലൂടെ തന്നെ നമുക്ക് രണ്ട് കാര്യത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു മരത്തിനെ കുറിച്ച്, പ്രകൃതിയിലെ മരങ്ങളെ, ഒരു കാടിനെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് പേഷ്യൻസ് ആണ്, ക്ഷമയോടെയാണ് അത് നടക്കുന്നത്. ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ്ലി ക്ഷമയോടെയാണ്. രണ്ടാമത്തെ ഗ്രോത്ത് ഓറിയന്റഡ് ആയിട്ടാണ്. ഗ്രോത്തും പേഷ്യൻസും നമുക്ക് ഈ പറയുന്ന കാട്, ഫോറസ്റ്റ്, മരങ്ങള് ഇതിൽ നമുക്ക് പഠിക്കാൻ പറ്റും. കാരണം നമുക്കറിയാം, നമുക്ക് ഒരു ഒരു വിത്ത് നട്ടിട്ട് ഇത് വളർന്നു വരുന്ന സമയം, അത് എത്രത്തോളം വളർന്നാലും ആ റൂട്ട് എത്രത്തോളം പവർഫുൾ ആവുന്നോ അത് അത്രയും സമയം അതിനെടുക്കണം. ഓരോ മരത്തിന്റെയും റൂട്ട് പവർഫുൾ ആവാൻ ഓരോ സമയങ്ങളാണ്. ആ മരം വളർന്നാൽ കഴിഞ്ഞാൽ പോലും റൂട്ടിന്റെ വളർച്ചയിൽ ഈ വീണ്ടും ഡെവലപ്മെന്റ്സ് ഉണ്ടായിക്കൊണ്ടേയിരിക്കണം, മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. കാരണം അത് അതിന്റെ ഒരു പേഷ്യൻസ് ആണ്. അപ്പൊ ഇത് നമ്മുടെ ലൈഫിൽ ഒരു ഗ്രോത്തും പേഷ്യൻസും വളരെ ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് ഏറ്റവും ഹൈറ്റ്സിലോട്ട് എത്തണമെങ്കിൽ. കാരണം ഒരു മരം എത്രത്തോളം ഹൈറ്റ്സിലോട്ട് എത്തുന്നു അത്രത്തോളം അത് എത്രത്തോളം എത്തുന്നു അത്രത്തോളം അതിന്റെ റൂട്ട് പവർഫുൾ ആയിരിക്കണം. അപ്പൊ അതിനത്രയും ക്ഷമയുണ്ടായിരിക്കണം, അത്രയും ഗ്രോത്ത് ഉണ്ടായിരിക്കണം. ഇതേപോലെ തന്നെയാണ് നമ്മളുടെ വളർച്ച, നമ്മുടെ ചേഞ്ച് എന്ന് പറയുന്നതിൽ പോലും, നമ്മൾ വളർച്ച എന്ന് പറയുന്നത്, ഗ്രോത്ത് എന്ന് പറയുന്നതിൽ നമുക്ക് എത്രത്തോളം ക്ഷമയോടെ ഇരിക്കാൻ പറ്റാറുണ്ട്. നമ്മൾ ഗ്രോത്ത് ഓറിയന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാര്യം പ്ലാൻ ചെയ്യുമ്പോൾ എത്രത്തോളം ക്ഷമയോടെ നമുക്കതിനെ കാണാൻ പറ്റാറുണ്ട്, എത്രത്തോളം ഡൗട്ട് വരാറുണ്ട്, എത്രത്തോളം സെൽഫ് ക്രിറ്റിസിസം വരാറുണ്ട്. ഒന്നാലോചിക്കാം. ഞാനൊരു കാര്യം പ്ലാൻ ചെയ്യാം, നാളെ എനിക്കത് ചെയ്യണം, അല്ലെങ്കിൽ 2 മാസം കൊണ്ട് അത് എനിക്ക് അച്ചീവ് ചെയ്യണം, 1 വർഷം കൊണ്ട് അച്ചീവ് ചെയ്യണം. എത്ര പേർക്ക് അത് അച്ചീവ് ചെയ്യണം എന്ന് പറയുമ്പോഴേക്കിന് അച്ചീവ് ചെയ്യാൻ പറ്റുമോ? അത് എന്നെ കൊണ്ട് പറ്റുന്ന പണിയാണോ? അത് ഞാൻ ചെയ്താൽ ശരിയാകുമോ? ഈ രീതിയിലേക്ക് എത്രത്തോളം ആളുകൾക്ക് നെഗറ്റീവായിട്ടുള്ള ഡൗട്ടുകൾ വരുന്നുണ്ട്, നെഗറ്റീവായിട്ടുള്ള ക്രിറ്റിസിസം വരുന്നുണ്ട്, സെൽഫ് ക്രിറ്റിസിസം വരുന്നുണ്ട്, നമ്മളിലുള്ള നെഗറ്റീവ് ബിലീഫ്സ് എത്രത്തോളം വരുത്തുന്നുണ്ട്. ഇതൊക്കെ നമ്മളൊന്ന് അനലൈസ് ചെയ്യാം. ഒരു കാര്യം, ഒരു ഗോള് സെറ്റ് ചെയ്യാം നമ്മൾ. ആ ഗോള് സെറ്റ് ചെയ്യുമ്പോഴേക്കിന് ഞാൻ പറയാറുണ്ട്, ഞാൻ എൻ്റെ ഒരു തവണക്ക് എന്താണ് ഈ ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരാളാവണം എന്ന് പറയുന്ന സമയത്ത് ചിലപ്പോൾ ഇത് എഴുതുമ്പോഴായിരിക്കും ലോകത്തിലൊന്നും വേണ്ട, ഇന്ത്യയിൽ മതി. പിന്നെ ഇന്ത്യ എന്ന് എഴുതുമ്പോഴേക്കും നമുക്ക് പിന്നെ ഇന്ത്യയിലൊക്കെ നടക്കുമോ, എവിടേക്കോ ഒരു ചിന്ത വരും. അപ്പൊ ഇന്ത്യയിലും വേണ്ട, കേരളത്തിലെങ്കിലും, ആദ്യം കേരളത്തിലെങ്കിലും ആവട്ടെ, അവസാനം പിന്നെ എറണാകുളം ജില്ലയിലെങ്കിലും ആവട്ടെ, അവസാനത്ത് പറഞ്ഞ് നമ്മുടെ ചുറ്റുഭാഗത്ത് എവിടെയെങ്കിലുമൊക്കെ 4 ആൾ അറിയുന്ന അവസ്ഥയിലേക്ക് എത്തട്ടെ എന്നുള്ള പോയിന്റോട്ട് എത്തും. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തന്നെ നമ്മളെ എത്രയോ കാര്യങ്ങൾ ലിമിറ്റ് ചെയ്യും. നമുക്ക് ക്ഷമയില്ല. ഒരു ഒരു വർഷം എന്ന് പറയുമ്പോഴും ആ ഒരു വർഷം കൊണ്ട് ഇത് നേടിയെടുക്കാൻ പറ്റും എന്ന് പറയുന്ന ഒരു പോയിന്റിനെ വിശ്വസിക്കാൻ നമ്മൾ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നില്ല. പിന്നെ ആരൊക്കെയോ പറഞ്ഞ പേരിൽ നമ്മൾ അങ്ങ് ചെയ്യാണ്. ഗോളൊക്കെ സെറ്റ് ചെയ്യുന്ന അവരൊക്കെ ചെയ്തില്ലേ, അപ്പൊ ചിലപ്പോൾ എനിക്കും പറ്റുമായിരിക്കും എന്നുള്ളതിനെ കൊണ്ട് ഞാൻ ഗോൾ സെറ്റ് ചെയ്യാണ്. എന്റെ പാഷനേറ്റ് ആയിട്ട് എനിക്ക് പറ്റും എന്ന് ഉറപ്പുള്ള ഒരു സാധനം ഞാൻ ഗോളാക്കി എത്ര 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 പേര് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര പേർക്ക് അത് അച്ചീവബിൾ ആണ്? 100% വിത്തൗട്ട് എനി ഡൗട്ട്, വിത്തൗട്ട് എനി ടൈനി ഡൗട്ട് പോലും ഇല്ലാതെ 100% ഞാൻ അത് അച്ചീവ് ചെയ്യും എന്ന് എനിക്ക് പറയാനുള്ള ഒരു ഗഡ്സ് ഞാൻ എത്രത്തോളം അതിൽ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് ഡൗട്ട്സ് വരുന്നുണ്ടെങ്കിൽ പിന്നെ അത് നമ്മളെ ബിലീഫായിട്ട് മാറും. ആ ഡൗട്ട് നമ്മൾ ബിലീഫായി മാറും. ആ ബിലീഫ് കാരണം നമുക്ക് എപ്പോഴും സെൽഫ് ക്രിറ്റിസിസം, നമ്മളെ തന്നെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇതൊക്കെ നമുക്ക് പ്രകൃതിയിൽ നിന്ന് പഠിക്കാനുള്ള സാധനങ്ങളാണ്. ഏറ്റവും പ്രധാനമായിട്ട് വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ റിവേഴ്സിനെ, പുഴകളെ പറ്റി നമ്മൾ പറയാറുണ്ടല്ലേ, ഫ്ലോ ആൻഡ് ഫ്ലെക്സിബിലിറ്റി.
കാരണം ഈ ഒരു ലെസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ എന്തൊക്കെ ചലഞ്ചസ് വന്നാലും നമുക്കത് മുന്നോട്ട് പോകണം എന്ന് നമ്മൾ പൊതുവേ ഇതൊക്കെ മോട്ടിവേഷനിൽ നമ്മൾ കേൾക്കുന്നതാണ്. ഫ്ലോ ലൈക്ക് എ റിവർ എന്ന് പറയുന്ന പോലെ ഒരുപാട് എന്താണ് എന്താ പറയുക, അതിനെ ബ്ലോക്ക് ചെയ്യുന്ന ഒരുപാട് സാധനങ്ങൾ ഉണ്ടാകും. പക്ഷെ അത് മുന്നോട്ട് തന്നെ അത് എന്താണ് ഒഴുകി ഒഴുകി തന്നെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഇത് ഫ്ലോ ആൻഡ് ഫ്ലെക്സിബിലിറ്റി നമുക്ക് ഈ പുഴകളിൽ നിന്ന് പഠിക്കേണ്ട സാധനമാണ്. ഈ ഫ്ലവേഴ്സ് എന്ന് പറയുന്ന സംഭവത്തിലേക്ക് നമുക്ക് കിട്ടുന്ന ഒരു സാധനമുണ്ട്. ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് ശരിക്കും എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഒരു തരത്തിലും നമ്മളൊന്ന് നമ്മളൊരു പുഷ്പങ്ങളാണെങ്കിൽ നമ്മൾ വിടരാൻ നോക്കുമ്പോഴേക്കും നാലാളടുത്ത് നമ്മളൊരു തീരുമാനം ഉണ്ടാക്കി കഴിഞ്ഞാൽ, നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? എല്ലാവരുടെ അടുത്തും പോയിട്ട് പറയാൻ തുടങ്ങും. നമ്മളുള്ള കുറേ സുഹൃത്തുക്കളോട് ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഞാൻ ഇത്ര വർഷം കൂടി ഞാനത് ചെയ്യും, അങ്ങനെ ഒരു 10 പേരെടുത്ത് പറയും. ഈ 10 പേര് ചിലപ്പോൾ കുറച്ച് ആൾക്കാർക്ക് അസൂയുള്ള ആളുകളുണ്ടാവും, ചിലപ്പോൾ നമ്മുടെ അടുത്ത് എന്താണ് പറയണ്ടെന്ന് വിചാരിച്ച കുറേ ആളുകളുണ്ടാവും. കുറേ ആൾക്കാർ നമ്മൾ പ്ലാൻ ചെയ്തതിനേക്കാളും വലിയ രീതിയിൽ അങ്ങോട്ട് പറയും. വലിയാണ് പുഷ്പിച്ചൊക്കെ നമ്മൾ അതിനെ പറഞ്ഞ് വെച്ചിട്ടുണ്ടാവും. ഇത് കുറേ ആളുകൾ കേൾക്കാൻ പല രീതിയിൽ അവർ കാണും. അവർ കുറേ ആളുകൾ ഡിഫറെന്റ് ഒപ്പീനിയൻസ് നമുക്ക് തരും. ഈ നമുക്ക് പലതരം വിശ്വാസങ്ങളുണ്ടാവും. ചിലപ്പോൾ കണ്ണ് വെക്കുന്നവരുണ്ടാവും, അസൂയപ്പെടുന്നുണ്ടാവും. ഇതൊക്കെ സൈഡിൽ വെക്കുക. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് ഡയറക്റ്റ്ലി അവരെന്ത് ചെയ്യും? പലതരം ഒപ്പീനിയൻസ് തരും. ഇതുവരെ ചിലപ്പോൾ നമ്മൾ ആ പറയുന്ന നിമിഷം വരെ നമുക്ക് ഡൗട്ട് ഉണ്ടാവില്ല. പക്ഷെ അവർ പറഞ്ഞു തുടങ്ങിയ മുതൽ നമുക്ക് ഡൗട്ട് വന്നു തുടങ്ങും. കാരണം നമ്മളൊരു പ്ലാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ 10 പേരടുത്ത് പോയി പറഞ്ഞു. ഈ പ്ലാനിങ്ങിന് കൃത്യമായ ഡോക്യുമെന്റേഷൻ പോലും ഇല്ലാതെയാണ് നമ്മൾ ഈ പറയുന്നത്. ജസ്റ്റ് നമ്മളൊരു തോന്നിയ ഒരു ചിന്തയിൽ ആ തോട്ട് പ്രോസസ്സ് നമ്മൾ സെറ്റ് ചെയ്തിട്ട് നമ്മൾ അതിനെ ദിവാസ്വപ്നമൊക്കെ കണ്ട് അതിനെ വിഷ്വലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇത് വെച്ചിട്ട് നമ്മൾ 4 അടുത്ത് പോയി പറയും, 10 പേരെടുത്ത് പോയി പറയും. ഇതോടെ അത് മൊത്തം പൊളിയും. കാരണം അവർ അവരുടേതായ അഭിപ്രായങ്ങൾ പറയും, അവർ അവരുടേതായ രീതികൾ പറയും, അവരുടെ അനുഭവങ്ങൾ പറയും. ഇതെല്ലാം നെഗറ്റീവ് ആയിരിക്കും. കാരണം നമ്മുടെ കൂട്ടത്തിലുള്ള ഏറ്റവും കൂടുതൽ നമുക്ക് അതുകൊണ്ടാണല്ലോ നമുക്ക് ഒരു കൃത്യമായ ചാനലിലൂടെ കൊണ്ടുപോകാൻ പറ്റാത്തത്. അപ്പൊ ഈ രീതിയിൽ ഒരു ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്ന ഒരു സാധനമാണ്. വിത്തൗട്ട് കോമ്പറ്റീഷൻ ആയിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്? നെക്സ്റ്റ് ഇതിങ്ങനെ അവരിങ്ങനെ ബ്ലൂം ചെയ്ത് വരുന്നത്. അപ്പോ നമ്മൾ ഷൈൻ ഇൻ യുവർ ഓൺ വേ. ഷൈൻ ഇൻ യുവർ ഓൺ വേ. നമ്മൾ നമ്മളുടേതായ വഴിയിലൂടെ അത് വിടർന്ന് വരിക. നമ്മൾ നമ്മളുടേതായ വഴിയിലൂടെ ഗോൾ സെറ്റ് ചെയ്ത് അതിനെന്ത് ചെയ്യുക? ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. നമ്മൾ തുടക്കത്തിലേ നമ്മൾ ആരെയും കമ്പയർ ചെയ്യാനും നോക്കരുത്, ഒരുപാട് ഒപ്പീനിയൻസ് എടുക്കാനും നോക്കരുത്. ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തതിന് ശേഷം മെല്ലെ 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 നമ്മൾ അതിനെ ഗ്രാബ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കാം. അതിനർത്ഥം ഒരു വിവരവും ഇല്ലാണ്ട് വെറുതെ ഒരു ഗോൾ സെറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതല്ല. ഒരു ഗോൾ സെറ്റ് ചെയ്യുന്നിടത്തോ ഒരു ലൈഫിൽ നമുക്കൊരു ചേഞ്ച് കൊണ്ടുവരുന്നിടത്തോ എവിടെയെങ്കിലും ഞാൻ എന്തെങ്കിലും ആവണം എന്ന് ആഗ്രഹിക്കുന്നിടത്തോ കൃത്യമായ ഇൻറ്റൻഷൻ സെറ്റ് ചെയ്തുകൊണ്ട് അതിന് വേണ്ട രീതിയിൽ വിസ്ഡം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതിന് വേണ്ട ആളുകളോട് അഭിപ്രായങ്ങൾ ചോദിച്ചുകൊണ്ട് അങ്ങനെ ആയിരിക്കണം മുന്നോട്ട് പോകേണ്ടത്. എക്സ്പെർട്ടൈസ് ചെയ്യണം, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിൾ, നമുക്ക് ഈസിലി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമ്പിളാണ് ഞാൻ പറയാനുള്ളത്. ഒരു ബെൻസ് കാറ് വാങ്ങാൻ തീരുമാനിച്ചിട്ട് മാരുതി ഉള്ള ഒരാളുടെ അഭിപ്രായം പോയി ചോദിക്കരുത്. കാരണം അയാൾ മാരുതി ഓട്ടിയ അനുഭവങ്ങൾ, മാരുതി കാർ ഓടിച്ച അനുഭവം മാത്രമേ ഈ ബെൻസിനോട് അയാൾക്ക് ഉപമിച്ച് സംസാരിക്കാൻ പറ്റുള്ളൂ. ആ രീതിയിൽ അയാൾക്ക് അറിയുന്ന അറിവുകളാണ് ഈ ബെൻസുമായിട്ട് അയാൾക്ക് സംസാരിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഒരു ബിസിനസ് നമ്മൾ ഐഡിയ സെറ്റ് ചെയ്ത് നമ്മൾ വേറൊരാൾക്ക്, ഒരു ബിസിനസ് ചെയ്യാത്ത സാലറി മേടിക്കുന്ന ഒരാളുടെ പോയി അഭിപ്രായങ്ങൾ പറയാൻ നിൽക്കരുത്. അല്ലെങ്കിൽ ആ ബിസിനസ് ചെയ്ത് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളുടെ പോയിട്ട് നമ്മൾ അഭിപ്രായങ്ങൾ ചോദിക്കരുത്. അപ്പോൾ ഇതിനെ പോസിറ്റീവായിട്ട് എടുക്കാനും ഇതിനെ എക്സ്പെർട്ടൈസ് ചെയ്യാനും പറ്റുന്ന ആളുകൾ ഇന്ന് ഉണ്ട്, അവൈലബിൾ ആണ്. അവരുടെ അടുത്ത് പോവുക, അവരുടെ അടുത്ത് പോയിട്ട് മര്യാദയ്ക്ക് കാര്യങ്ങൾ ചോദിക്കുക. എന്നിട്ട് അവർ കൃത്യമായിട്ട് നമുക്ക് ടേൺ ചെയ്ത് തരും. അപ്പോൾ അവർ പറഞ്ഞുതരും നമ്മുടെ രീതികളും നമ്മുടെ എന്തൊക്കെ രീതികളാണ് നമ്മൾ മാറ്റേണ്ടത്, ഏത് രീതിയിലാണ് നമ്മൾ പെർസീവ് ചെയ്യേണ്ടത്, ഈ രീതിയൊക്കെ അവർ പഠിപ്പിച്ചു തരും, അവർ പറഞ്ഞു തരും. ഇന്നത്തെ ഈ ലോകത്തിൻ്റെ അവസ്ഥ എന്താണ്, കേരളത്തിൻ്റെ അവസ്ഥകൾ എന്താണ്, ഈ ബിസിനസ് തുടങ്ങുമ്പോൾ എന്തൊക്കെ ചലഞ്ചസ് വരും, ഇതൊക്കെ ഒരു സ്റ്റഡി മെറ്റീരിയൽ ആയിട്ടാണ് അവർ പറയുക. മറ്റുള്ളവർ അങ്ങനെയല്ല, വെറുതെ വായിലിട്ടങ്ങ് പറയും. ഇന്നലെ കേട്ട ന്യൂസ് പേപ്പറിന്റെ വാക്കുകൾ വെച്ചിട്ട്, മിഞ്ഞാന്ന് കേട്ട ഒരു ന്യൂസ് കേട്ടിട്ട്, അല്ലെങ്കിൽ ഗൾഫിൽ എന്തെങ്കിലും അവിടെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് കേട്ടിട്ട്, അങ്ങനെയൊന്നും ഇനി ഇവിടെ നടക്കില്ല, സർക്കാർ ഇങ്ങനെയാണ്, ഇനി ഇവിടെ ഒരു ബിസിനസ്സേ നടക്കൂല, ഇങ്ങനെയുള്ള അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കേൾക്കേണ്ടി വരും. അപ്പൊ നമുക്കൊരു കാര്യം വേണോ, നമ്മൾ രണ്ട് കാര്യങ്ങൾ എപ്പോഴും ഒരു കാര്യം നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ രണ്ട് കാര്യത്തിൽ നമുക്ക് എപ്പോഴും ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ഒന്ന്, ഒരാളുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് നമ്മളൊന്നും ചെയ്യരുത്. ഒരാളുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. രണ്ടാമത്തത്, കൃത്യമായിട്ട് ബോധ്യം ഉണ്ടാവണം, ഞാൻ ആരോട് ചോദിക്കണം, ആരോട് എക്സ്പെർട്ടൈസ് ചെയ്യണം, ഇതെനിക്ക് കൃത്യമായിട്ട് ബോധ്യം ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതാണ് നമ്മൾ അവയർനെസ്. ഇതൊക്കെ നമ്മൾ അവയർനെസ്സിൽ പെടുന്ന കാര്യമാണ്. നമ്മൾ ലൈഫിൽ അവെയർ ആയിരിക്കുക, നമ്മളെ പറ്റി അവെയർ ആകുമ്പോൾ മാത്രം നടക്കുന്ന കാര്യങ്ങളാണിത്.
അപ്പൊ നമ്മൾ ഈ ഒരു എന്താണ് ഫ്ലവേഴ്സിനെ കാണുന്ന സമയത്ത്, റിവറിനെ കാണുന്ന സമയത്ത്, ഈ ഒരു എന്താ പറയുക ട്രീസ്, ഫോറസ്റ്റ്, മരങ്ങളെ കാണുന്ന സമയത്ത് ഇവിടൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇപ്പോൾ ഒരു ഈവൻ ട്രാൻസ്ഫോർമേഷൻ പറയുമ്പോൾ പോലെ ഞാൻ എപ്പോഴും പറയാറുള്ളത് ബട്ടർഫ്ലൈ ആണ് അല്ലേ. നമുക്കതിൻ്റെ ഒരു കാറ്റർപില്ലർ ടു ബട്ടർഫ്ലൈ എന്ന് പറയുന്ന ഒരു സ്വിച്ച് ഉണ്ട്. അപ്പോൾ ആ ഒരു സംഭവത്തിൽ നിന്ന് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് ഈ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് കുറച്ചൊക്കെ പെയിൻഫുൾ ആണ്. നമ്മൾ വിചാരിച്ച കുറേ കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട്, നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ പലതും നമുക്ക് വേണ്ട എന്ന് വെച്ചിട്ട്, നമ്മൾ ഒരു കാര്യത്തിൽ ഫോക്കസ്ഡ് ആയി അതിനു വേണ്ടി മാത്രം നമ്മൾ എന്തൊക്കെ ചേഞ്ച് ആണ് കൊണ്ടുവരേണ്ടത്, ആ ചേഞ്ച് എല്ലാം കൊണ്ടുവരിക എന്ന് പറയുന്നത് ഭയങ്കര വിൽ പവറോട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് ഫ്രം ദ ഹാർട്ട് ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്, ഹൃദയത്തിൽ നിന്ന് വരേണ്ട ഒരു കാര്യം. അല്ലാണ്ട് നമ്മൾ പർപ്പസ്ഫുള്ളി രാവിലെ ഞാൻ കഷ്ടപ്പെട്ട് എന്തായാലും ഞാൻ ഓടും നടക്കും എന്നൊക്കെ പറഞ്ഞിട്ട്, ഇത് നമ്മൾ അങ്ങോട്ട് എന്താണ് പറയുക ഭയങ്കര പ്രഷറൈസ്ഡ് ആയിട്ട് ചെയ്യേണ്ട പണികളല്ല. വളരെ കാമായിട്ട്, വളരെ സമാധാനത്തോടെ, വളരെ സന്തോഷത്തോടെ, വളരെ മൈൻഡ്ഫുൾ ആൻഡ് സോൾഫുൾ എന്നാ പറയുക. മനസ്സമാധാനത്തോടെയും നമ്മുടെ എന്താ പറയുക ആത്മീയമായിട്ടുള്ളൊരു സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഗോളിനെ നമ്മൾ അച്ചീവ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കേണ്ടത്. അത് നമുക്ക് അവെയർ ആകുമ്പോൾ മാത്രമാണ് ഒരു ഇൻറ്റേർണൽ, ഒരു ഇന്നർ പീസ് എന്നൊക്കെ നമ്മൾ പറയുന്ന വാക്കുകളുണ്ടല്ലോ, അത് ലിറ്ററലി അങ്ങനെ തന്നെ ആവണം എന്നാണ്. നമ്മൾ ഇൻറ്റേർണലി, നമ്മൾ ഹൃദയത്തിൻ്റെ ഭാഗത്ത് നമുക്ക് സമാധാനം ഉണ്ടാവണം. ഹൃദയത്തിൻ്റെ ഭാഷ നമ്മളോട് സംസാരിക്കുന്ന സമയത്ത് ആ ഹൃദയം നമ്മളോട് നല്ലത് മാത്രം പറഞ്ഞ് ശീലിക്കണം. ആ ഹൃദയത്തിൽ നമുക്ക് മോശമായതൊന്നും വരാൻ പാടില്ല. നമ്മൾ നെഗറ്റീവ് ബിലീഫ് സിസ്റ്റം വരാൻ പാടില്ല. അത് നീ ചെയ്യണ്ട എന്ന് വരാൻ പാടില്ല. നമുക്ക് ചെയ്യാൻ പറ്റും, നീ ഒന്ന് ശ്രമിക്കുക, നീ പഠിക്കുക. അപ്പോൾ ഒരാൾ ഒരു എന്താ പറയുക ഉഡായിപ്പുമായിട്ടുള്ളൊരു കാര്യം നമ്മുടെ അടുത്തോട്ട് വന്നു കഴിഞ്ഞാൽ അവനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യണോ, അത് എന്താണ് അറിയേണ്ടത്, നമ്മൾ എന്താ പഠിക്കേണ്ടത് അല്ലേ. ഒരാൾ എന്ത് ചെയ്തു, ഇത്ര പൈസ നീ ഇട്ട് കഴിഞ്ഞാൽ ഇത്ര പൈസ കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഉഡായിപ്പായിട്ട് നമ്മുടെ അടുത്തോട്ട് വരികയാണ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മൾ സുഹൃത്ത് തന്നെ വിചാരിക്കുക. പക്ഷെ നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ പൈസ അതിൽ പോവുകയും ചെയ്യും. ആ പൈസ നമ്മളെ കയ്യിൽ നിന്ന് ആ പൈസ നമ്മൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യും. ആ പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയും ചെയ്യും. അപ്പോൾ ആ സിറ്റുവേഷനിൽ നമ്മൾ ബോധ്യമുള്ള ഒരാളായി മാറണമെങ്കിൽ ഈ വരുന്ന ആൾ എത്രത്തോളം വിശ്വാസയോഗ്യമായെന്ന് നമ്മൾ മനസ്സിലാക്കി തുടങ്ങും. രണ്ടാമത്, ഈ പറയുന്ന കാര്യം ഇന്നത്തെ ഒരു ട്രെൻഡ് വെച്ചിട്ട്, ബിസിനസ് വെച്ചിട്ട് നമ്മൾ അതിനെ അനലൈസ് ചെയ്യും. ഇതൊക്കെ എത്രത്തോളം പ്രോഫിറ്റബിൾ ആണ് നമ്മൾ നോക്കും. ഏറ്റവും മേലേക്ക് നമുക്ക് ഇതൊക്കെ നമ്മൾ ചെയ്തിട്ട് കാര്യമുണ്ടോ, ഇങ്ങനെ കിട്ടുന്ന പൈസനെ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ടോ, ഇത്രയെങ്കിലും നമ്മൾ അറ്റ്ലീസ്റ്റ് ചിന്തിക്കും. അതായത് ബേസിക്കലി നമുക്ക് വരുന്ന എന്തൊരു ഓപ്പർച്യൂണിറ്റീസിനെയും നമുക്ക് കൃത്യമായിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പറ്റും, ഡിസെക്റ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും. കാരണം ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് നമുക്കൊക്കെ എന്തൊക്കെയോ മാറ്റങ്ങൾ ആവശ്യമുണ്ട്, എന്തൊക്കെയോ ലൈഫിൽ നമുക്കൊരു ചേഞ്ച് ആവശ്യമുണ്ട്. ഈ ചേഞ്ചിനെ നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. കാരണം ഓൾറെഡി എൻ്റെ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നുള്ളത് എനിക്ക് അനലൈസ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റണം. ഈ വീക്ക്നെസ്സസിനെ എനിക്ക് സ്ട്രെങ്ത് ആക്കി മാറ്റണം. അപ്പോൾ ഈ വീക്ക്നെസ് സ്ട്രെങ്ത് ആവുന്നത് വരെ കുറച്ച് പണിയുണ്ട്, കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അതൊക്കെ മാനേജ് ചെയ്ത് നമുക്ക് അതിനെ സ്ട്രെങ്ത് ആക്കി വെക്കാൻ പറ്റും. അപ്പോൾ അതിനെന്ത് ചെയ്യണം, കോപ്പറേറ്റ് ചെയ്യണം. അതിനെന്തൊക്കെ വേണം, ഹീലിംഗ് നടക്കണം. അതിന് നമുക്ക് ട്രോമാസ് ഉണ്ടോ, ഹീൽ ചെയ്യണം. ബുദ്ധിമുട്ടുകളുണ്ടോ, അത് മാനേജ് ചെയ്യണം. പ്രോബ്ലംസിനെ ഡിഫൈൻ ചെയ്യണം. ഇങ്ങനെയൊക്കെ റിയലൈസേഷൻസും ഒരു സെൽഫ് ആക്ച്വലൈസേഷൻസും കൊണ്ടുവന്ന് നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായ പർപ്പസ് മനസ്സിലാക്കി ആ ഒരു രീതിയിലേക്ക് നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്ത് തുടങ്ങുമ്പോൾ അവിടെ നമുക്ക് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും. അപ്പോൾ അത് ഒരു ചേഞ്ചാണ്. നമ്മൾ ചേഞ്ചിനെ നമ്മൾ മനസ്സിലാക്കുക. നമ്മളൊരു കമ്പാരിസൺ പാടില്ല എന്ന് പറഞ്ഞു. നമ്മൾ ചേഞ്ചിനെ നമ്മൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞു. അവിടെ സ്ട്രഗിൾ ഉണ്ടാവും, ട്രാൻസ്ഫോർമേഷൻ സ്ട്രഗിൾസ് ഉണ്ടാവും. അതേപോലെ തന്നെയാണ് നമുക്ക് നാച്ചുറലി വേറെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പ്രധാനമായിട്ട് കുറച്ച് കാര്യം ഞാൻ ഒരു കാര്യം കൂടി നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. സീസൺസ് അല്ലേ, ഓരോ ക്ലൈമറ്റുകൾ നമുക്ക് മാറുന്നത്, നമ്മളെ സീസൺ മാറുന്നത്. ഇപ്പോൾ സ്പ്രിംഗ് സീസൺ ആയിക്കോട്ടെ, സമ്മർ സീസൺ ആയിക്കോട്ടെ, ഓട്ടം സീസൺ ആയിക്കോട്ടെ, വിൻ്റർ സീസൺ ആയിക്കോട്ടെ, എല്ലാം ഒരു സൈക്കിളിലൂടെ ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് കഴിഞ്ഞ് ഒന്ന്, ഒന്ന് കഴിഞ്ഞ് ഒന്ന്, ഒന്ന് കഴിഞ്ഞ് ഒന്ന്. അപ്പോൾ ഈ ലൈഫിൽ ശരിക്കും എന്താ പറയുക, ഇംപെർമനൻസ് എന്ന് പറയുന്ന സാധനമാണ്. നത്തിങ് ഈസ് പെർമനൻറ്റ്. ഒന്നും ഈ ലോകത്ത് പെർമനൻ്റ് അല്ല, ശാശ്വതമായിട്ടൊന്നുമില്ല. ഇന്ന് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടോ, നാളെ അത് മാറും. അപ്പോൾ ഇന്ന് നമുക്കൊരു കഷ്ടപ്പാടുണ്ടെങ്കിൽ ഇന്നൊരു അപ്പ് ആൻഡ് ഡൗൺസ്, ഈ അപ്പ് ആൻഡ് ഡൗൺസ് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്, ഒരു അപ്പ് ഉണ്ടെങ്കിൽ ഡൗൺ ഉണ്ടാകും. കാരണം ആ ഡൗൺ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് അപ്പിലേക്ക് കുറച്ചുകൂടി വലിയ ചാട്ടം ചാടാനാണ്. നമ്മളൊരു മുന്നോട്ട് പോകും തോറും നമുക്ക് ചിലപ്പോൾ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സിംഗിൾ ലൈൻ എന്ന് പറയില്ലേ, ECGയിൽ ഒരു സിംഗിൾ ലൈൻ പോലെ സ്റ്റേബിൾ ലൈൻ എന്ന് പറയുന്നത് ശരിക്കും മരണമാണ്. അങ്ങനെ ലൈഫ് നമുക്ക് പെർഫെക്ഷൻ ആയിട്ടുള്ള ലൈഫ് നമുക്ക് ഉണ്ടാവില്ല. പെർഫെക്ഷൻ ആയിട്ടുള്ള ഒരു ജീവിതത്തെ നമ്മൾ ഒരിക്കലും പ്ലാൻ ചെയ്യരുത്. കാരണം അത് വലിയൊരു മണ്ടത്തരമായിരിക്കും.
കാരണം ഈ അപ്പ് ആൻഡ് ഡൗൺസ് ആണ് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. കാരണം നമുക്കൊരു അപ്പ് കിട്ടുന്നത് ഒരു ഡൗൺ ഉള്ളത് കൊണ്ടാണ്. ഒരു ഡൗൺ ഉള്ളത് കൊണ്ടാണ്. ഈ ഡൗണിൽ നിന്ന് നമ്മൾ ഒരു മിസ്റ്റേക്കിൽ നിന്ന്, ഒരു പ്രോബ്ലത്തിൽ നിന്ന് നമ്മൾ കുറച്ച് എനർജി എടുക്കുന്നുണ്ട്. കാരണം ഒരു വിസ്ഡം കിട്ടുന്നുണ്ട്. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴല്ലേ നമ്മൾ അതേക്കുറിച്ച് പഠിക്കുന്നത്. നമുക്ക് എപ്പോഴും പ്രോഫിറ്റബിൾ ആണ്, നമ്മൾ അതിൻ്റെ കംഫർട്ടിൽ അങ്ങനെ പോകും. അടുത്തൊരു പ്രശ്നം വരുമ്പോഴാണ് നെക്സ്റ്റ് എന്ത് ചെയ്യണം എന്ന് ചിന്തിക്കാം. ബോധ്യമുള്ളൊരു മനുഷ്യൻ ചിന്തിക്കുന്നത് നെക്സ്റ്റ് എന്ത്, വാട്ട് നെക്സ്റ്റ്. അപ്പോൾ ഈ വാട്ട് നെക്സ്റ്റ് എന്നുള്ള തോട്ട് വരുമ്പോൾ അയാൾക്ക് അടുത്ത പരിപാടി എന്താ ചെയ്യേണ്ട തീരുമാനമാവും. അപ്പോൾ ഈ ഒരു പ്രോബ്ലം വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ ഡൗൺ ആയത്. ആ പ്രോബ്ലം എന്താണെന്ന് ആദ്യം നോക്കുക. ആ പ്രോബ്ലത്തിൽ നിന്ന് പഠിച്ചിട്ട് നെക്സ്റ്റ് ലെവലിലേക്ക് ഞാൻ ഇതിനെ ഡെവലപ്പ് ചെയ്യേണ്ടത് എന്താണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ നേരത്തെ കിട്ടിയ അപ്പിനേക്കാളും വലിയൊരു അപ്പ് എനിക്കിപ്പോൾ കിട്ടും. അപ്പോൾ നമ്മൾ സ്റ്റേബിൾ ആവുക എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് നമ്മൾ കൂടുതലായിട്ട് പഠിച്ച് മനസ്സിലാക്കി മാക്സിമം അടുത്ത ലെവൽ ഓഫ് അപ്ഗ്രഡേഷനിലേക്ക്, അടുത്ത ലെവൽ ഓഫ് ലൈഫിലേക്ക് നമ്മൾ മാറാൻ നമുക്ക് പറ്റും. അപ്പോൾ അതെപ്പോഴേ പറ്റുള്ളൂ, നമുക്ക് കിട്ടിയ ഈ പ്രോബ്ലത്തിനെ ഡിഫൈൻ ചെയ്തുകൊണ്ട് ആ പ്രോബ്ലത്തിൽ വന്ന മിസ്റ്റേക്ക് എന്താണെന്ന് മനസ്സിലാക്കി ആ മിസ്റ്റേക്കിനൊരു സൊല്യൂഷൻ കണ്ടെത്തി അത് ലൈഫിൽ ഇനി അടുത്തൊരു എനർജി ആയിട്ട് കൺസേർവ് ചെയ്തുകൊണ്ട് നമ്മൾ പിടിച്ചൊരു ചാട്ടം ചാടുമ്പോൾ അടുത്തൊരു കുതിപ്പ് നമുക്ക് കിട്ടും. ആ കുതിപ്പിൽ കുറച്ച് കാലം നമ്മൾ പോകും. അവിടെ നമ്മൾ കുറേ പ്രോഫിറ്റ് ഉണ്ടാക്കും. പ്രോഫിറ്റ് മീൻസ് ഇൻ ദ സെൻസ് നമ്മൾ ലൈഫിൽ ഒരുപാട് ഗ്രോത്ത് ക്രിയേറ്റ് ചെയ്യും. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും, വിസ്ഡം ക്രിയേറ്റ് ചെയ്യും. നെക്സ്റ്റ് ഡൗണോട് വരും. ആ ഡൗൺ വരുന്നത് അതിൻ്റെ മേലോട്ടുള്ള കുതിപ്പിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗ്രോത്ത് ഓറിയൻ്റ് ആളുകൾക്ക് മാത്രമാണ് ഇത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഗ്രോത്ത് അല്ലാത്ത ആളുകൾ എന്നും ഒരു പ്രശ്നം വന്നാൽ ആ ഒറ്റ പ്രശ്നത്തിൽ അവിടെ വീഴും, ഗിവ് അപ്പ് ചെയ്യും. ഡോണ്ട് ഗിവ് അപ്പ് നമ്മൾ എല്ലായിടത്തും കാണുന്ന ഒരു സാധനമാണ്, ഡോണ്ട് ഗിവ് അപ്പ്. ഇത് എപ്പോഴേ മനസ്സിലാവുള്ളൂ എന്നറിയോ? ഗ്രോത്ത് ഓറിയൻ്റ് ചെയ്ത് ജീവിക്കുന്ന ഒരു മൈൻഡ് സെറ്റ് ഉള്ള ഒരാൾക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അത് അവിടെ മനസ്സിലാക്കേണ്ട ഒരു സിസ്റ്റം, നാച്ചുറൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സാധനം, നത്തിങ് ഈസ് പെർമനൻറ്റ്. ഇംപെർമനൻസ് എന്ന് പറയുന്ന ഒരു ലോ ഉണ്ട്. അത് ഈ സീസൺസിലൊക്കെ നമ്മൾ കാണുന്നത് അല്ലേ. ഈ ലോകത്ത് എന്ത് സാധനം നാച്ചുറൽ നമ്മൾ എന്ത് കാണുന്നതിലും അതിനൊരു ഇപ്പോൾ മരങ്ങളാണെങ്കിൽ നല്ല ഫലങ്ങൾ വരുന്ന സമയമുണ്ട്, ഫലങ്ങളെല്ലാം ഒഴിഞ്ഞു പോകുന്ന മരങ്ങളെല്ലാം എന്താ പറയുക, ഇലകളെല്ലാം പൊഴിഞ്ഞു പോകുന്നൊരു കാലമുണ്ട്, ഇലകൾ നല്ല ഉഷാറായിട്ട് വരുന്ന സമയമുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനൊരു സൈക്കിളിൽ തന്നെ പോകും. ഒന്ന് കഴിഞ്ഞ് അടുത്ത് കഴിഞ്ഞ് ഒന്ന്, അത് അടുത്ത ഗ്രോത്ത് കഴിയുമ്പോൾ അടുത്ത പിന്നെ ഡൗൺ, പിന്നെ ഒരു ഗ്രോത്ത്. ഈ നാച്ചുറൽ നമ്മൾ കാണുന്ന എല്ലാം അങ്ങനെയാണ്. ഇതേപോലെ തന്നെ നമ്മുടെ ലൈഫും. അപ്പോൾ നമ്മുടെ ലൈഫിൽ നമുക്കൊരു നമ്മളിപ്പോൾ ഡൗൺ ആയിട്ട് ഇരിക്കുകയാണോ, അതിൻ്റെ മേലേക്കുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്, ഈസി ആയിട്ട് നടക്കും, പരിപാടികൾ ഈസി ആയിട്ട് നടക്കും. പക്ഷെ അവിടെ കുറച്ചൊക്കെ നമ്മൾ അവിടെ എത്രത്തോളം ഈസി ആയിട്ട് ഇതിനെ കാണുന്നു എന്ന് പറയുന്ന ഒരു പെർസെപ്ഷൻ ഉണ്ട്. ലൈഫിന് എത്രത്തോളം സിമ്പിളായിട്ട് കാണുന്നു പറയുന്ന ഒരു പെർസെപ്ഷൻസ് നമുക്കുണ്ട്. അത് നാച്ചുറൽ മാത്രം കിട്ടുള്ളൂ നമുക്ക്. കാരണം വേറെ എവിടെ നിന്നും കിട്ടുള്ളൂ. നമ്മൾ മനുഷ്യരിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, കമ്പയർ ആയി തുടങ്ങും. മനുഷ്യരിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കമ്പാരിസണിലോട്ട് പോകും. മനുഷ്യരിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അസൂയയെ പറ്റി കാണും, ദേഷ്യത്തെ പറ്റി കാണും, വെറുപ്പിനെ പറ്റി കാണും, പേടി, ഇൻസെക്യൂരിറ്റീസ്, ഇതെല്ലാം നമ്മൾ മനുഷ്യരിലേക്ക് നോക്കി കാണും. ആദ്യം നമ്മൾ പ്രകൃതിയിലോട്ട് നോക്കുക. അവിടെ നമുക്കിതൊന്നും ഇല്ല. നമ്മളെ കമ്പയർ ചെയ്യുന്ന ഒരു സാധനം അവിടെ ഉണ്ടാവില്ല. നമ്മളൊന്നിനോട് നമുക്കൊരു ഫിയർ ഇല്ല, ആങ്സൈറ്റീസ് ഇല്ല. നമുക്കവിടെ വിസ്ഡം മാത്രമേ ഉള്ളൂ. നാച്ചുറൽ നമുക്ക് വിസ്ഡം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അവെയർ ആവുക എന്നുള്ളത്, ഈ അവെയർനെസ് പവർ ഓഫ് അവെയർനെസ് എന്ന് പറയുന്നത് ശരിക്ക് അതിൻ്റെ ബിഗിനിങ് സ്റ്റേജ് എന്ന് പറയുന്നത് നാച്ചുറാണ്, പ്രകൃതിയാണ്. പ്രകൃതി നമ്മൾ പഠിക്കേണ്ടത്, നമ്മളെ പഠിക്കേണ്ടത്, നമ്മൾ ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് പ്രകൃതിയാണ്. കാരണം ഈ ലോകത്തുള്ള എന്ത് സാധനങ്ങളും നമ്മൾ ഈ പറഞ്ഞ പോലെ ഗ്രോത്ത് ആയിക്കോട്ടെ, പർപ്പസ് ആയിക്കോട്ടെ, ട്രാൻസ്ഫോർമേഷൻ ആയിക്കോട്ടെ, ഇംപെർമനൻസ് ആയിക്കോട്ടെ, ഹാർഡ് വർക്ക് ആയിക്കോട്ടെ, ടീം വർക്ക് ആയിക്കോട്ടെ, അല്ലേ? നമുക്കിപ്പോൾ മൃഗങ്ങളെ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ലേ, നമ്മൾ ഈ ഉറുമ്പുകളെ നോക്കിയാൽ, തേനീച്ചകളെ നോക്കിയാൽ ഹാർഡ് വർക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും, അവരുടെ ടീം വർക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നമുക്ക് എവിടുന്നാണ് കിട്ടുന്നത്? ഇതെല്ലാം കിട്ടുന്നത് നാച്ചുറൽ നിന്നാണ്. നമുക്ക് ഒരു സ്റ്റാർസ് എന്ന് പറയുന്നത് ലൈറ്റ് ഇൻ ഡാർക്ക്നെസ് ആണ്. ഒരു കംപ്ലീറ്റ് ഡാർക്കിലാണ് ഒരു ലൈറ്റ് ഉണ്ടാവുന്നത്, അതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ ഇതെല്ലാം നമുക്ക് നാച്ചുറലി കാണാൻ പറ്റുന്ന കുറെ കാര്യങ്ങളാണ്. ഇതെല്ലാം നമുക്ക് പറ്റും. നമ്മൾ ചുറ്റും നെഗറ്റീവ് ആയിക്കോട്ടെ, നമുക്ക് പോസിറ്റീവായിട്ട് നിൽക്കാനൊക്കെ പറ്റും. അങ്ങനെയൊന്നും, അതൊക്കെ നമ്മൾ ബിലീഫാണ്. നമ്മൾ ചുറ്റും നെഗറ്റീവാണ്, ഞാനും നെഗറ്റീവ് തന്നെ ആയിരിക്കും. എൻ്റെ ചുറ്റിനും പോസിറ്റീവായാൽ മാത്രമേ ഞാൻ പോസിറ്റീവ് ആവുള്ളൂ, അങ്ങനെയൊന്നുമില്ല. ഇൻഫ്ലുവൻസ് ചെയ്യും, പക്ഷെ എനിക്ക് അതിനെ മാറ്റിയെടുക്കാൻ പറ്റും. മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു 4 പേര് കള്ളു കുടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഭയങ്കരമായ മദ്യപാനം, ഭയങ്കരമായ ഒരു ലഹരി പദാർത്ഥം യൂസ് ചെയ്യുന്ന ഒരാൾ, അവരിലേക്ക് ഭയങ്കര ക്ലീൻ ആയ ഒരുത്തൻ വരുമ്പോൾ ഇത് രണ്ടിനും സാധ്യതകളുണ്ട്. ഇവനും ഇത് യൂസ് ചെയ്യുന്ന ഒരാളാവാനും സാധ്യതയുണ്ട്, അതുപോലെ തന്നെ ബാക്കി 4 പേര് നന്നാവാനുള്ള സാധ്യതയുണ്ട്.
കാരണം മനുഷ്യൻ എന്ന് പറയുന്നത് ഈസിലി ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. വളരെ ഫ്രീ ആയിട്ട് ഒരു ജാടയില്ലാണ്ട് ഒരു അഹങ്കാരം ഇല്ലാത്ത ഒരുത്തനെ പ്രത്യേകിച്ച് ഞാനാണ് ഏറ്റവും വലുത് എന്ന് വിചാരിക്കാത്ത ഒരു കപ്പ് എന്നാ യൂസ് ചെയ്യാനുള്ള വേർഡ്. കപ്പായ ഒരു മനുഷ്യനെ ചേഞ്ച് ചെയ്യാനും ട്രാൻസ്ഫോം ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. പക്ഷെ ഞാൻ എന്തൊക്കെയോ ആണ്, എനിക്ക് എന്തൊക്കെയോ അറിയാം, ഞാൻ എന്തൊക്കെയോ കേട്ടിട്ടുണ്ട്, ഞാൻ എന്തൊക്കെയോ ആണ് എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉള്ള ഒരാളെ മാറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവരെന്തെങ്കിലും ഫെയിലിയർ കാണുമ്പോൾ അവരെ കൈ പിടിച്ച് പൊക്കിയെടുക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതല്ലാത്തൊരു മനുഷ്യനായിട്ട് മാറുക എന്നുള്ളതാണ്. എപ്പോഴും കപ്പായിട്ടിരിക്കുക. എന്ത് കേൾക്കുമ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ പലതും നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഒന്നുകൂടെ കേൾക്കുക, ഒന്നുകൂടെ അതിനെ നമ്മളൊന്ന് ബ്രെയിൻ സ്റ്റോൺ ചെയ്യാം, ഒന്നുകൂടെ അതിനുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ അതിനെ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കുക. നമ്മൾ മറ്റുള്ള ലൈഫിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ, അഡ്വൈസസ് ചെയ്യാൻ വേണ്ടി ഇവിടുന്ന് കണ്ടന്റ് എടുക്കരുത്. നമ്മൾ സെൽഫിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതിനെ യൂസ് ചെയ്യാം. കപ്പായിട്ടിരിക്കുക. ഞാൻ എൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ആണ്, ഞാൻ എന്തൊക്കെയോ കേട്ടിട്ടുണ്ട്, ഇതൊക്കെ ഞാൻ കുറേ കേട്ടിട്ടുള്ളതല്ലേ എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ ഇരിക്കാതെ എന്ത് കേട്ടാലും അത് എനിക്ക് ഉപയോഗപ്രദമാണല്ലോ എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് അതിനെ ഞാൻ ഇങ്ങനെ യൂസ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹാർഡ് വർക്കും ഈ ടീം വർക്കും ഈ ഇംപെർമനൻസും ഈ പറയുന്ന ട്രാൻസ്ഫോർമേഷനും പർപ്പസും ഒക്കെ നമുക്ക് ഈ നേച്ചറിന്ന് കാണാൻ പറ്റുള്ളൂ. കാരണം നേച്ചറിനെ പൊതുവെ നമ്മൾ കാണുന്നത് നമ്മളെക്കാളും താഴെയുള്ളൊരു സാധനമായിട്ടാണ്. പ്രകൃതിയെ നമ്മൾ കാണുന്നത് നമ്മളെക്കാളും താഴെയാണ്. എന്തിനേയും നമുക്കങ്ങ് ഭരിക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസിലാണ് ഈ നേച്ചറിനെ നമ്മൾ കാണുന്നത്. അറിഞ്ഞൊന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്നുമല്ല എന്നുള്ളത് നമുക്കറിയാം, അല്ലേ? ഒരു ഉറുമ്പ് പോലും എവിടെയാണ് ഉറുമ്പ് കടിക്കുന്നതെന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ ഉറുമ്പ് 3-4 സ്ഥലത്ത് നല്ല രീതിയിൽ കടിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ നമുക്ക്, അല്ലേ? നമ്മൾ പൊളഞ്ഞു പോകും. അപ്പോൾ ഒരു ഏറ്റവും ടൈനി ആയ ഒരു ഇൻസെക്റ്റിനെ പോലും നമുക്ക് പേടിയാണ് സത്യം പറഞ്ഞാല്. പക്ഷെ നമ്മുടെ വിവേകം കാരണം, നമ്മുടെ ബുദ്ധി കാരണം എവിടേക്കോ നമ്മൾ ഉണ്ടാക്കിയെടുത്ത കോൺഫിഡൻസോട് നമ്മൾ അതിനൊക്കെ പ്രതിരോധിച്ചിരിക്കുന്നു, ജീവിച്ചിരിക്കുന്നു എന്നുള്ള. അതിനർത്ഥം എന്നാണ് ഈ പറയുന്ന പ്രകൃതി നമ്മളെക്കാളും വലുതാണ് എന്നല്ല, നമ്മളെക്കാളും ചെറുതാണെന്നുള്ളൊരു അർത്ഥം വരാൻ പാടില്ല. നമ്മളെക്കാളും വലുതാണ്, നമ്മൾ അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് നമ്മുടെ അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഇതാണ് അവയർനെസ്സിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ ഇന്നത്തെ ഒരു സെഷൻ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. എനി ഡൗട്ട്സ്? കാര്യങ്ങൾ പറഞ്ഞതൊക്കെ മനസ്സിലായെന്ന്? യെസ് സർ, മനസ്സിലായി. യെസ്. പ്രത്യേകിച്ച് ഡൗട്ട് വരാനൊന്നും ഇല്ല. നമ്മൾ പണിയെടുക്കുക. ഡൗട്ടൊന്നുമില്ല, പറഞ്ഞതെല്ലാം അതെ. ശരിയായ കാര്യങ്ങളാണ്, കൃത്യമായി മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. ഞാൻ ആദ്യമായിട്ടാണ് സാറിന്റെ ക്ലാസ് കേൾക്കുന്നത്. വളരെ താല്പര്യത്തോടെ മുഴുവൻ കേട്ടിരിക്കുകയായിരുന്നു. പറയുന്ന ഓരോ കാര്യവും ഒരു സെന്റൻസ് പോലും കളയാനില്ല. അതുപോലെ നന്നായി പറഞ്ഞു. താങ്ക് യു. അതേ പറഞ്ഞത്, ഒന്നും നമുക്ക് മനസ്സിലാവാത്തൊന്നുമില്ല. ഒറ്റ കാര്യം ഇതിൽ മനസ്സിലാക്കാനുണ്ട്. എൻഡ് ഓഫ് ദ ഡേ ഈ ചർച്ചകൾക്കൊക്കെ അവസാനം നമുക്ക് ഒറ്റ കാര്യം മനസ്സിലാക്കാനുള്ളൂ. നമ്മൾ ട്രാൻസ്ഫോം ആവണമെങ്കിൽ, നമ്മൾ അവെയർഡ് ആവണമെങ്കിൽ നമ്മൾ തന്നെ പണിയെടുക്കണം, നന്നായിട്ട് പണിയെടുക്കണം. ഇത് മാത്രമേ നമുക്ക് ഇതിൽ മനസ്സിലാക്കാനുള്ളൂ. അപ്പൊ നമ്മളായിട്ട് നമ്മളൊരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാത്തോടത്തോളം കാലം ലൈഫിൽ ഒരു ചേഞ്ചും ഉണ്ടാവില്ല. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ ഒരു ദൈവവും നമ്മളെ സഹായിക്കൂല. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. ദൈവം പാതി, താൻ പാതി, ദൈവം പാതി. അപ്പോൾ ദൈവത്തിന്റെ പാതി ഓൾറെഡി ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ പാതി ഇവിടെ ക്ലിയർ ആണ്. നമുക്കൊരു ഭൂമിയുണ്ട്, നമുക്കൊരു പ്രകൃതിയുണ്ട്, നമ്മളൊരു മനുഷ്യനാക്കിയിട്ടുണ്ട്, നമുക്ക് ചിന്തിക്കാനുള്ള കഴിവ് തന്നിട്ട്, മറ്റുള്ള മനുഷ്യന്മാരുണ്ട്, ഇവിടുത്തെ AI ഉണ്ട്, ടെക്നോളജി ഉണ്ട്, എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ ഒക്കെ മനുഷ്യന്മാരും എല്ലാവരും യൂസ് ചെയ്ത് പലതും ഇവിടെ സെറ്റാണ്. ഈ ലോകം ഇവിടെ ക്ലിയർ ആണ്. ഇനി നമ്മൾ പണിയെടുക്കുക, നമ്മുടെ ബാക്കി മാത്രമേ മെയിൻ ആയിട്ടുള്ളൂ. മനുഷ്യന്മാർ പണിയെടുത്തുകൊണ്ടേയിരിക്കുക, പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. അത് ചെയ്തുകൊണ്ടിരിക്കുന്നതിലൂടെ ഇവിടെ ഗ്രോത്ത് ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു മാറ്റം വേണോ, ഞാൻ തന്നെ ഇറങ്ങണം. ഞാൻ തന്നെ ഇറങ്ങി എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ, അല്ലാതെ ഒരു ചേഞ്ചും വരാൻ പോകുന്നില്ല. അപ്പോൾ അവിടെ നമ്മൾ കംഫർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം യു ക്യാൻ ഡു ഇറ്റ് അതൊന്നും ആവശ്യമില്ല. നമ്മൾ ഇറങ്ങണം. നമ്മൾ ഇറങ്ങിയതിന് ശേഷം നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കണം. ഇറങ്ങുന്നത് വരെ വെറുതെ നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മൾ ഒരു മതിലിന്റെ മേലെ കയറി നിന്നിട്ട് വെള്ളത്തിനെ നോക്കിയിട്ട് യു ക്യാൻ ഡു ഇറ്റ് എന്ന് പറയരുത്. നമ്മൾ താഴോട്ട് ഇറങ്ങ്.
ഒരു തവണയെങ്കിലും വെള്ളത്തിൽ കാല് ചവിട്ടി ഇരിക്കണം. അറ്റ്ലീസ്റ്റ് നമ്മൾ ചാടൊന്നും വേണ്ട. ഒരു മതിലിന് ഒരു സൈഡിൽ ഇരുന്നിട്ട് ആ വെള്ളത്തിലേക്ക് കാലൊക്കെ ചവിട്ടി ആ വെള്ളത്തിനൊക്കെ ഒന്ന് പരിചയപ്പെട്ട് പഠിച്ച് ഓരോരുത്തർ നീന്തുന്നൊക്കെ നോക്കി ഇങ്ങനെ മെല്ലെ മെല്ലെ അതിലേക്ക് ഇറങ്ങി വരാനുള്ള ഒരു കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ആ വെള്ളത്തിലൊന്ന് കാല് ചവിട്ടി ഇരിക്കണം. ആ പണി മാത്രം ചെയ്താൽ മതി. നമ്മളൊന്ന് ഇറങ്ങണം, ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കണം. ഇതിന് വേറൊരാൾ ഹെൽപ്പ് തേടി പോകരുത്. ആ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ നമുക്കൊരു ഹെൽപ്പ് വേണ്ടത്. പിന്നെയാണ് നമുക്ക് എക്സ്പെർട്ടൈസ് ചെയ്യേണ്ടത്. പിന്നെയാണ് നമുക്ക് ഏത് രീതിയാണ് ഏത് റൂട്ടിലാണ് നമ്മൾ പോകേണ്ടത് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതെല്ലാം ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എടുക്കാനുള്ള എല്ലാ എനർജിയും നമുക്ക് എവിടുന്ന് കിട്ടും? പ്രകൃതിയിൽ നിന്ന് കിട്ടും, നാച്ചുറിൽ നിന്ന് കിട്ടും. സോ നമ്മൾ കോൺഷ്യസ് ആവുക എന്നുള്ളതാണ്. രാവിലെയൊക്കെ എഴുന്നേറ്റ് നടക്കുന്ന ആളുകളാണെങ്കിൽ പ്രകൃതിയിലോട്ട് നോക്കുക, അതിനെ മാക്സിമം നമ്മൾ യൂസ് ചെയ്യുക. ബ്രീത്ത് എടുക്കുന്നിടത്തും നമ്മൾ അവിടെയുള്ള മൃഗങ്ങളെ നോക്കുന്നിടത്തും നമ്മൾ ഒബ്സർവ്, ഭയങ്കര ഒരു ഗുഡ് ഒബ്സർവർ ആയിട്ട് മാറുക. നമ്മൾ ഈ ലോകത്തുള്ള മനുഷ്യന്മാരെയും മൃഗങ്ങളെയും ഇൻസെക്റ്റിനെയും മഴയെയും ഈ വെളിച്ചത്തിനെയും എല്ലാത്തിനും നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പം നമ്മൾ വിസ്ഡം താനേ കൂടും. ഒബ്സർവ്, നല്ല ഗുഡ് ഒബ്സർവർ ആവുക. വെറുതെ സംസാരിച്ച് ഇങ്ങനെ കള സംസാരിച്ച് തീർക്കുന്നതിന് പകരം നമ്മൾ നല്ലൊരു ഗുഡ് ഒബ്സർവർ ആവുക. ഒരാൾ സംസാരിക്കുമ്പോൾ നല്ല ലിസണറായി മാറുക, മാക്സിമം കേൾക്കുക, എന്നിട്ട് നമ്മൾ അതിനെ പഠിക്കുക. ഇത് യൂസ് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പം നമുക്ക് ഗ്രോത്ത് ഓറിയൻറ്റ് ചെയ്തുള്ള ഒരുപാട് അനുഭവങ്ങളും നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസും ഒക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഓക്കെ, സോ വൈൻഡപ്പ് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ നമുക്കിന്ന് പറയാനുള്ളൂ. ബാക്കി നമുക്ക് അടുത്ത തിങ്കളാഴ്ച കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ്. Good night. Thank you, sir. Good night. Thank you so Good much. night. Thank you.